വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഏറെ സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഇന്നത്തെ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹം വേണം. അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമില്ല. എല്ലാ ദിവസവും എത്രയോ വട്ടം നമ്മൾ ഈ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി. അനുഗ്രഹത്തിൻ്റെ വഴികളെക്കുറിച്ചാണ് ഇന്ന് മുതൽ ചില എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ വഴികൾ. അതിന് ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് അനുഗ്രഹം പ്രാപിക്കുവാൻ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ കയറി നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ടൗണിലേക്ക്, പട്ടണത്തിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബസ് കയറിയാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ റൂട്ടിലേക്ക് വരുന്ന ബസ് ഏത് വഴിയിലാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റോപ്പിലാണ് നിർത്തുന്നത്, അവിടെ നമ്മൾ കാത്തു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ വടക്കോട്ടാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ തെക്കോട്ടുള്ള വഴിയിലോ ബസ് സ്റ്റോപ്പിലോ നമ്മൾ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ നമ്മുടെ ആവശ്യ സ്ഥലത്തേക്ക് പോകേണ്ട ഒരു റൂട്ടുണ്ട്, ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി വേണം നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ, നമ്മുടെ ആവശ്യ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ. അങ്ങനെയെങ്കിൽ ആ ബസ് ഏത് വഴിയിലൂടെയാണ് വരുന്നത്, ഏത് റൂട്ടിലാണ് വരുന്നത്, ഏത് ബസ് സ്റ്റോപ്പിലാണ് നിർത്തുന്നത്, നമ്മൾ അവിടെ കാത്തു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹം വേണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ഒറ്റ വഴിയുള്ളൂ, അത് യേശുവാകുന്ന വഴിയാണ്. യേശുവിലൂടെയാണ് സ്വർഗത്തിലെ സകല സമ്പത്തുകളും നമുക്ക് ലഭിക്കുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, മഹത്വത്തിൻ്റെ ആ വലിയ സമ്പന്നത, സ്വർഗീയ ഭണ്ഡാരം, അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം സ്വർഗീയ ഭണ്ഡാരമാകുന്ന ആ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എങ്ങനെയാണ് വരുന്നത്? യേശുക്രിസ്തു വഴി. യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെയാണ് നമുക്ക് അനുഗ്രഹം ദൈവം വച്ചിരിക്കുന്നത്, മറ്റൊരു വഴിയില്ല. അങ്ങനെയെങ്കിൽ യേശു വരുന്ന വഴിയിൽ വേണം നമ്മൾ നിൽക്കാൻ. യേശുവിലൂടെയാണ് അനുഗ്രഹം, യേശുവാണ് അനുഗ്രഹം, യേശുവിലൂടെയാണ് ദൈവം അനുഗ്രഹം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു വരുന്ന വഴിയിൽ നമ്മൾ കാത്തു നിന്നാൽ മാത്രമേ യേശുവിനെ നമുക്ക് പ്രാപിക്കുവാൻ, യേശുവിലൂടെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ.
ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. 19-ാം അധ്യായത്തിലാണ് സക്കിയൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചുവെന്ന്. അവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു വരുന്ന വഴിയിൽ അവൻ കാത്തു നിന്നു എന്ന്. യേശു ഏത് വഴിയാണ് വരുന്നത് എന്ന് അവൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോദിച്ച് ബോധ്യപ്പെട്ട് ഉറപ്പിച്ചതിന് ശേഷം യേശു വരാൻ സാധ്യതയുള്ള ആ വഴി അവനത് കണ്ടെത്തി നേരത്തെ തന്നെ ആ വഴിവക്കിലുള്ള ഒരു മരത്തിൽ കയറി അവൻ അവിടെ ഇരുന്നു. അപ്പോൾ യേശു അതുവഴി വന്നു. അവൻ യേശുവിനെ കണ്ടു, യേശു അവനെ കണ്ടു. പിന്നീട് നടന്നതെല്ലാം നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, യേശുവിൽ നിന്ന് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ തലമുറകളോ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു വരുന്ന വഴിയിൽ നമ്മൾ കാത്തു നിൽക്കണം. യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്ന വഴിയേ വേണം നമ്മൾ നിൽക്കാൻ. നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് പോയി എന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടുകയില്ല. അനുഗ്രഹങ്ങൾ വരുന്ന വഴി എന്ന് പറയുന്നത്, യേശുവിൻ്റെ വഴി എന്ന് പറയുന്നത്, അത് വിശുദ്ധിയുടെ വഴിയാണ്. വിശുദ്ധിയുടെ വഴിയാണ്, അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. യേശുവിൻ്റെ വഴിയിലൂടെയാണ് അനുഗ്രഹം വരുന്നത്. പാപത്തിൻ്റെ വഴിയിലൂടെ ഒരിക്കലും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ വരികയില്ല. അപ്പോൾ പാപമാകുന്ന, അശുദ്ധിയാകുന്ന, ലോകമാകുന്ന വഴിയിറമ്പിൽ നമ്മൾ കാത്തു നിന്നാൽ ഒരിക്കലും യേശുവാകുന്ന വണ്ടി അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വണ്ടി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അനുഗ്രഹം നമുക്ക് കിട്ടുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പ്രധാനമായും ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം എന്ന് പറയുന്നത് പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. 9-10 വാക്യങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ നിങ്ങൾ അവരെ അനുഗ്രഹിക്കുവിൻ. എന്തെന്നാൽ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം അവകാശമാക്കാൻ വിളി കിട്ടിയവരാണ് നമ്മൾ. ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ അനുഗ്രഹം അവകാശമാക്കാൻ വിളി കിട്ടിയ ആ വിളിയാണ് നമ്മുടെ മേളിലുള്ളത്. അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ് ഓരോ ക്രൈസ്തവനും. ഓരോ ദൈവ പൈതലും ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ആ അനുഗ്രഹത്തിൽ ഉള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ച് അവൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ നമ്മുടെ വിളി എന്ന് പറയുന്നത് അനുഗ്രഹത്തിലേക്കുള്ള വിളിയാണ്. എന്നാൽ ഇന്ന് ദുഃഖമെന്ന് പറയട്ടെ, ഇന്ന് അനേക ക്രൈസ്തവരും ദുഃഖത്തിലും വേദനയിലും പ്രയാസങ്ങളിലും ദാരിദ്ര്യങ്ങളിലും കുടുംബ തകർച്ചകളിലും ചില വിട്ടുമാറാത്ത രോഗങ്ങളുടെ പീഡകളിലും കടബാധ്യതയിലും തൊഴിലില്ലാത്ത അവസ്ഥ, കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും കഴിയുകയാണ്. ഒരുപക്ഷെ ഇവർക്ക് സമ്പത്ത് കാണുമായിരിക്കാം, നല്ല ജോലിയോ ശമ്പളമോ കാണുമായിരിക്കാം. പക്ഷേ പണം കൊണ്ട് സ്വന്തമാക്കാൻ പറ്റാത്ത അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ നമുക്ക് വില കൊടുത്ത് പണം കൊടുത്ത് സ്വാധീനം ഉപയോഗിച്ച് വാങ്ങാൻ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഒരു ദൈവമക്കൾ എന്ന പദവിയിൽ നിന്ന് സന്തോഷം അനുഭവിക്കണമെങ്കിൽ,
ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ എന്നും ഈ ദുഃഖത്തിലും ശാപത്തിലും ശാപത്തിൻ്റെ അനന്തര ഫലങ്ങളും കണ്ണുനീരും വേദനയും പരാതികളും പറഞ്ഞ് നമ്മൾ ജീവിക്കേണ്ടവരല്ല നമ്മൾ. അപ്പോൾ കൃത്യമായിട്ട് പത്രോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളി കിട്ടിയവരാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആദ്യം അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിളി കിട്ടിയ വിളിക്കപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ നമുക്ക് വിളി കിട്ടിയെന്നേ ഉള്ളൂ. ആ വിളിയുടെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. എന്താണ്? അതാണ് ആദ്യം പറഞ്ഞത്. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ പകരം കൊടുക്കാതെ അങ്ങനെ ചെയ്തവരെ നിങ്ങൾ ബ്ലസ് ചെയ്യണം, നിങ്ങൾ അനുഗ്രഹിക്കണം. കാരണം നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതിനകത്തൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അനുഗ്രഹം ഇരിക്കുന്നത് ഏതിനകത്ത്? നമ്മുടെ ഒരു പ്രവൃത്തിക്കകത്ത്. ദൈവം കൽപ്പിച്ച ദൈവവചനം നമ്മൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ഒരു അനുഗ്രഹം അതിനകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ തലമുറയ്ക്കുള്ള ഒരു അനുഗ്രഹം ഇരിപ്പുണ്ട്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ എന്തു ചെയ്യണം? അനുഗ്രഹത്തിൻ്റേതായ ഒരു വ്യവസ്ഥ, അനുഗ്രഹത്തിൻ്റേതായ ഒരു പ്രവൃത്തി നമ്മളങ്ങ് ചെയ്യണം. അതെന്താ? നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമ്മളെ നിന്ദിക്കുന്നവരെ, നമുക്ക് തിന്മ ചെയ്യുന്നവരെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് അനുഗ്രഹിച്ചേക്കണം, വെറുതെ അനുഗ്രഹിച്ചേക്കണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കാൻ ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കെല്ലാം നമ്മളോട് ഉപദ്രവം ചെയ്യുന്നവരോട് അങ്ങോട്ട് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അത് നമുക്കൊരു മാതൃക ക്രൂശിൽ കാണിച്ചു തന്ന നാഥനെ ഓർത്തുകൊണ്ട് മാത്രമല്ല, ആ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ ബ്ലെസ്സിങ്, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിത്യജീവനാണ്, സ്വർഗരാജ്യമാണ്. അത് പ്രാപിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ, വിളി കിട്ടിയവരായ നമ്മൾ എന്തു ചെയ്യണം? നമ്മളെ നിന്ദിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുഗ്രഹിക്കണം. നമ്മളെ ദോഷിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കണം. നമ്മളോട് തിന്മ ചെയ്തവർ, ചെറുതും വലുതുമായ തിന്മകൾ ചെയ്തവർ കാണും, അവരെ നമ്മൾ അനുഗ്രഹിച്ചേക്കണം. നമുക്ക് അനേകം മാതൃകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് നമ്മുടെ യേശു തന്നെയാണ് ക്രൂശിൽ നമ്മുടെ നാഥൻ, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവ്. നമ്മൾ ആരെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ, അല്ലെങ്കിൽ ആരുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? ക്രിസ്ത്യാനി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അവൻ്റെ പേരിൽ അറിയോ? ആ നാഥൻ, ആ കർത്താവ് നമുക്ക് ക്രൂശിൽ അവസാനമായി ആ മാതൃക കാട്ടിത്തന്നു അല്ലേ? തന്നെ കാർക്കിച്ചു തുപ്പിയവരെയും അടിച്ചവരെയും ദുഷിച്ചു പറഞ്ഞവരെയും നിന്ദിച്ചവരെയും യേശു ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളിത് ആവർത്തിക്കുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹത്തിന് ഒരു വഴിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അനുഗ്രഹം വരുന്ന ഒരു വഴിയുണ്ട്. അനുഗ്രഹം നമ്മളിലേക്ക് വരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് നമ്മൾ വരണം. ഞാൻ മല്ല് പിടിച്ച്, ഞാൻ ബലം പിടിച്ച് എന്നോടൊന്നും ക്ഷമിക്കാൻ പറയണ്ട, അവനെ അനുഗ്രഹിക്കാനോ അതൊന്നും എന്നെ കിട്ടുകയില്ല. ഞാൻ വേറെ ജനിക്കണം. എന്നെ ഇത്രമാത്രം വഞ്ചിച്ച എനിക്കെതിരെ അവഖ്യാതികൾ പറഞ്ഞ ഇവനോട് ക്ഷമിക്കാനോ അവളോട് ക്ഷമിക്കാനോ അത് എന്നെ കിട്ടുകയില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാൽ, അങ്ങനെ വാക്കുകൾ പറഞ്ഞിട്ട് രാത്രി പ്രാർത്ഥിക്കുകയും ചെയ്യും.
പിതാവേ ഞങ്ങൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, ഒരു ഫലവും ഉണ്ടാകുകയില്ല. എന്തെല്ലാം ഭക്ത അഭ്യാസങ്ങൾ ചെയ്താലും ഒരു ഫലവും ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് റിയലി പ്രിയമുള്ളവരെ, നമ്മെ ഏതെല്ലാം വ്യക്തികൾ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്, മനോവിഷമത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, മനഃപൂർവ്വമായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, പക്ഷേ അതും നമ്മൾ നോക്കണ്ട. നമ്മളെ നിന്ദിച്ച വ്യക്തികളോട്, നമ്മുടെ പരാതി പറഞ്ഞവരോട്, നമുക്കെതിരെ ദോഷം ചെയ്ത വ്യക്തികളോട്, നമുക്ക് തിന്മ ചെയ്ത വ്യക്തികളോട് ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥം എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ അവരെ അനുഗ്രഹിക്കുവിൻ. യെസ്, അവരെ ബ്ലസ് ചെയ്യണം. ഒന്നല്ല, പലവട്ടം നിങ്ങൾ ബ്ലസ് ചെയ്യുക. അത് ആ പ്രവൃത്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന്, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വരുന്നതിന് അതൊരു കാരണമാണ്. ആ വഴിയിലൂടെയാണ് നമ്മളിടുന്ന ആ പാലം. നമ്മളൊരു പാലം ഇടുക അങ്ങോട്ട്, ആ പാലത്തിലൂടെയാണ് ഇങ്ങോട്ട് അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങോട്ട് വരുന്നത് നമ്മൾ അങ്ങോട്ടിടുന്ന ആ പാലത്തിലൂടെയാണ്. ഏതാണ് നമ്മൾ അങ്ങോട്ടിടുന്ന ഈ പാലം? എന്നെ വേദനിപ്പിച്ച, എനിക്കെതിരെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ സംസാരിച്ച, കൂടെ നിന്നുകൊണ്ട് സ്നേഹിതനായിട്ട് അഭിനയിക്കുകയും മാറി നിന്നുകൊണ്ട് എനിക്കെതിരെ സംസാരിച്ച വ്യക്തികൾ ഒത്തിരിയേറെ കാണും. നമ്മുടെ കൂട്ടുകാർ, സ്നേഹിതർ, സഹപ്രവർത്തകർ, അല്ലെ വീട്ടുകാർ, അത് അധികമായിട്ട് നമ്മളോട് പ്രവർത്തിച്ചവരെ കാണുമായിരിക്കാം. അവരോട് നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. വെറുതെ അനുഗ്രഹിച്ചു, ദൈവമേ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ആ സഹോദരൻ അനുഗ്രഹിക്കപ്പെടട്ടെ, അമ്മച്ചി അനുഗ്രഹിക്കപ്പെടട്ടെ, ചേട്ടായി അങ്കിൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ ആ സ്നേഹിതൻ അനുഗ്രഹിക്കപ്പെടട്ടെ, എന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടേച്ച, കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത വ്യക്തി നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അവനെ നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ. നിങ്ങൾ ചുമ്മാ പറഞ്ഞു. കാരണം കൃപ കർത്താവ് നമുക്ക് തരും. നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹമാകുന്ന ആ പാലത്തിലൂടെ, നിങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹത്തിലൂടെ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അനുഗ്രഹം അവകാശമാക്കാൻ വിളി കിട്ടിയവരാ നമ്മൾ. വിളിയുണ്ട്. ഇനി അനുഗ്രഹം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വേദനിപ്പിച്ച, തിന്മ ചെയ്ത വ്യക്തികളെ ഒക്കെ നമ്മൾ അനുഗ്രഹിച്ചാൽ മതി. ചത്തുകടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക പോലും വേണ്ട. ചിലർ പ്രാർത്ഥിക്കുക പോലും ചെയ്യണ്ട, ചുമ്മാ അനുഗ്രഹിച്ചാൽ മതി. ആ ഓട്ടോമാറ്റിക്കലി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്ന അനുഭവമുണ്ട്. മദർ തെരേസയെ നോക്കിക്കേ. മദർ തെരേസ തൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ താൻ പാർപ്പിക്കുന്ന അന്തേവാസികളായിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടി ആ തെരുവിലൂടെ അല്ലേ ഓരോ വീടുകൾ കയറി ഇറങ്ങി സഹായം ചോദിച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ ധനവാനായൊരു വ്യക്തി മദർ തെരേസയുടെ കൈയോട്ട് കാർക്കിച്ചു തുപ്പി. ഇതാണ് എനിക്ക് നിനക്കുള്ള തരാനുള്ള സമ്മാനം എന്ന് പറഞ്ഞു. അതും കാർക്കിച്ചു തുപ്പി. മദർ തെരേസ എന്ത് ചെയ്തു? ചീത്ത പറഞ്ഞിട്ട് നിൻ്റെ ഒന്നും തുപ്പലും വേണ്ട, 5 പൈസയും വേണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയോ? ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ നടത്തും, നിൻ്റെ 5 പൈസയും വേണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല. ആ തുപ്പൽ അത് കൈ കൊണ്ട് മടക്കി അത് ആ സിസ്റ്റർ തൻ്റെ പോക്കറ്റിലോട്ട് മദർ തെരേസ ഇട്ടിട്ട് മറ്റേ കൈ ചൂണ്ടി പറഞ്ഞു, എനിക്കുള്ളത് ഇത്, നിങ്ങൾ തുപ്പൽ അതെനിക്ക് കിട്ടി, ഇനി എൻ്റെ പിള്ളേർക്കുള്ളത് എന്തെങ്കിലും എന്താ, അവർ പട്ടിണിയാ താ എന്ന് പറഞ്ഞപ്പോൾ ഈ കാർക്കച്ചു തുപ്പി ദേഷ്യപ്പെട്ട് നിന്ന ആ മനുഷ്യൻ്റെ ആ ഹൃദയം, കല്ലുപോലുള്ള ഹൃദയം ഉരുകി ഇതാ മനസ്സലിവിൻ്റെ വ്യക്തിയായി മാറി. മാനസാന്തരപ്പെട്ടു ആ വ്യക്തി. ആ വ്യക്തി വലിയൊരു സമ്പത്ത്, കോൺട്രിബ്യൂഷൻ അമ്മയ്ക്ക് ആ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുകയും അദ്ദേഹം പിന്നീട് ഈ ആശ്രമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി, സഹായിയായി മാറുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള പ്രവർത്തികൾ മദർ തെരേസ ചെയ്താണ് മദർ തെരേസ വിശുദ്ധ മദർ തെരേസയായി മാറിയത്. ദേശത്തിന് മുഴുവൻ അല്ലേ, സഭയ്ക്ക് തന്നെ ഒരു അനുഗ്രഹമായി മദർ തെരേസ മാറിയത് അങ്ങനെയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം മറിയക്കുട്ടി കൊലക്കേസ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറിയക്കുട്ടി
കൊലക്കേസ് ഇത് പ്രായമുള്ളവർക്ക് മാത്രമേ അറിയാവുള്ളത്. വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലക്കേസാണ്. അതിന് ആ മറിയക്കുട്ടിയെ വ്യഭിചാരം ചെയ്ത് അവസാനം അവളെ കൊല ചെയ്തു എന്ന കുറ്റം ആരോപിച്ചത് ഒരു വൈദികനെതിരെയാണ്. ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ആ വൈദികനെതിരെ കുറ്റം വന്നു. പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു കുറേ നാൾ. ലോകം മുഴുവൻ പത്രമാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെതിരെ അപകീർത്തികരമായ ഈ എല്ലാ വാർത്തകളും കൊടുക്കുകയുണ്ടായി. ഇതിനൊന്നും അദ്ദേഹം കമാന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ, ഒരു മറുപടിയും ലോകത്തോട് പറയാതെ അതെല്ലാം സഹിച്ച് സ്നേഹിച്ച് അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് അതിന് ഇരയായ വ്യക്തികളും അതിന് കാരണക്കാരായ എല്ലാ വ്യക്തികളെയും തനിക്കെതിരെ കുറ്റാരോപണം നടത്തി തന്നെ ജയിലിലടച്ചവരെയും എല്ലാവരെയും അദ്ദേഹം അവിടെയെല്ലാം കിടന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അനുഗ്രഹിക്കുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 2000 ആണ്ടിലാണ് അതിന് യഥാർത്ഥത്തിൽ അത് കൊല ചെയ്തത് ഒരു ഡോക്ടറാണ്. ഈ സ്ത്രീയെ ഗർഭിണിയായ സ്ത്രീയെ അബോർഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അബോർഷൻ വഴി ഓപ്പറേഷൻ വഴി ആ ഡോക്ടറുടെ പ്രവൃത്തി വഴിയാണ് ആ സ്ത്രീ മരിക്കാനിട വന്നത്. അതാണ് ഈ അച്ഛൻ്റെ മേൽ ചുമത്തിയത്. ആ സ്ത്രീ ഗർഭിണിയായത് തന്നെ ഒരു ധനവാനായ മുതലാളി കാരണമാണ്. അതൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ സത്യം ഈ ഡോക്ടറുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ ഭാര്യയെയും മക്കളും കൂടെ ഈ വൈദികനെ കണ്ട് തൻ്റെ ഭർത്താവ് ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാപ്പ് ചോദിച്ച് കുമ്പസാരിച്ച് അദ്ദേഹം വൈദികൻ ഇവരെ അനുഗ്രഹിച്ച് ക്ഷമിച്ച് പറഞ്ഞു വിടുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സത്യം ലോകമറിഞ്ഞത്. അതുവരെയും ഈ സ്ത്രീ ഇത് വെളിപ്പെടുത്തുന്നത് വരെയും അച്ഛൻ കുറ്റക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു. അച്ഛൻ ഒരു കുറ്റവും ആരുടെ മേലും ആരോപിച്ചില്ല. ഞാൻ പറഞ്ഞത് അച്ഛനെ ഒരു ദൈവദാസനായിട്ട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെതിരെ ഇതുപോലെയുള്ള ഗൂഢാലോചനകൾ, നമ്മളെ തേച്ചു മായ്ക്കുന്ന അനുഭവങ്ങൾ, നമുക്കെതിരെ കുറ്റാരോപണങ്ങൾ, ഇങ്ങനെയുള്ള നിന്ദനങ്ങളുടെ വാക്കുകൾ ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ അവിടെയെല്ലാം ഒരു ദൈവ പൈതൽ എന്താണ്, എങ്ങനെയാണ്, അവൻ്റെ ആധ്യാത്മികത എന്താണ്, ആ വിധത്തിലായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, മകളാണെങ്കിൽ ഒരു ദൈവ പൈതൽ പ്രതികരിക്കുന്നത് പോലെ വേണം നമ്മൾ പ്രതികരിക്കാൻ. തിന്മയ്ക്ക് തിന്മ കൊടുക്കുന്നത് അത് ലോകമാണ്, ലോകത്തിൻ്റെ മനുഷ്യരുടെ സ്വഭാവമാണ്. അടിക്കടി അല്ലേ, അടി കൊടുത്തു കഴിഞ്ഞാൽ അടി. ഇന്നത്തെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിനിമകൾ അടി പൊടിയാണ്. പുറത്ത് മിന്നലാണെങ്കിൽ അകത്ത് ഇടിവെട്ടെന്നാണ് പറയുന്നത്. അതാണ് ഹെഡിങ്, അകത്ത് ഇടിവെട്ട. ഇടിവെട്ട് സ്റ്റണ്ടാണ് അകത്ത്. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാറിനെയൊക്കെ പിള്ളേർക്ക് യുവജനം ഭയങ്കര ഹരമാണ്. അതാണ് 100 കോടി 500 കോടിയൊക്കെ ആകുന്നത്. അപ്പോൾ ലോകം എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് കാണുന്നവരുടെ ഉള്ളിലും ആ ഒരു സ്പിരിറ്റാണ്, ആ ഒരു ആവേശമാണ്. ആരെ കണ്ടാലും ആ വിധത്തിൽ പ്രതികരിക്കാനുള്ളത് അത് ലോകമാണ്. അപ്പം ലോകം അടിക്ക് തിരിച്ചടി കൊടുക്കും, പ്രതികാരത്തിന് പ്രതികാരം കൊടുക്കും. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കും. തെറി പറഞ്ഞാൽ അങ്ങോട്ട് 10 തെറി പറയും. എടാ എന്ന് പറഞ്ഞാൽ എന്താടാന്ന് പറയും. എന്നാലേ അവൻ അമങ്ങുള്ളൂ എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ ഭാഷയാണ്, അത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്. അങ്ങനെ അതിലൂടെ പോകുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുകയില്ല. അതുകൊണ്ട് തിരുവചനം നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? നിന്ദനത്തിന് പകരം നമ്മൾ നിന്ദനം കൊടുക്കരുത്. തിന്മയ്ക്ക് പകരം അതേപടി അതേ നാണയത്തിന് നമ്മൾ അങ്ങോട്ട് ചെയ്താൽ ഞാനും അവനും ഒരുപോലെയായി മാറി അല്ലേ. അവനൊരു തെറി പറയുമ്പോൾ ഞാനും തെറി പറഞ്ഞാൽ അവനൊപ്പമായി ഞാനും. പിന്നെ ഞാൻ പുണ്യാളനാണോ? അവനേക്കാളും വ്യത്യസ്തനല്ല. അവന് പറയുന്നതിന് അവൻ എനിക്കെതിരെ തിന്മ ചെയ്താൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അനുഗ്രഹം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
നീ തിരിച്ചൊന്നും ചെയ്യരുത്, മാത്രമല്ല അവനെ ചുമ്മാ അനുഗ്രഹിക്കുക. ഇതിനെക്കുറിച്ച് അടുത്ത പ്രാവശ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നാം മറ്റുള്ളവരെ ശപിച്ചാൽ സത്യത്തിൽ നമ്മൾ ശപിക്കപ്പെട്ടവരായി വരും. ആ ശാപം നമ്മുടെ മേൽ തന്നെ വരും, നമ്മുടെ മക്കളുടെ മേൽ വരാം, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ആ ശാപത്തിൻ്റെ ഫലം ഉണ്ടാകാം. അതുകൊണ്ടാണ് ശപിക്കരുത് ശപിക്കരുത് എന്ന് പലവട്ടം ബൈബിളിൽ പറയുന്നുണ്ട്. ആരെയും ശപിക്കരുത്. ശാപത്തിനകത്ത് നിങ്ങൾക്കുള്ള ഭയങ്കര ശാപമുണ്ട്. മാത്രമല്ല നിങ്ങൾ അനുഗ്രഹിക്കണം. ആരെയും അനുഗ്രഹിക്കുന്നു നഷ്ടമല്ല, നിങ്ങൾക്ക് ലാഭം മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വചനം നിങ്ങൾ ആഴത്തിൽ ഒന്ന് ധ്യാനിക്കുക. വചനം കേൾക്കുന്നതിലല്ല, വചനം അനുസരിക്കുന്നതിലാണ് അനുഗ്രഹം വരുന്നത്. വചനം കേൾക്കുന്നതിലല്ല, പിന്നെയോ മനസ്സിലായി എന്ന് പറയുന്നതിലല്ല, വചനം അനുസരിക്കുന്നതിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. അനുസരണത്തിനകത്താണ് അനുഗ്രഹം ഇരിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. വളരെയധികം വേദനയിലൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ കൊണ്ട് കർത്താവേ, നീ അവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങളെ അതേപോലെ തന്നെ പ്രതികരിക്കുന്ന വ്യക്തികളുണ്ട് കർത്താവേ. എടുത്തു ചാടുന്ന സ്വഭാവങ്ങൾ, പ്രതികരിക്കുന്ന, ചീത്ത പറയുന്ന അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉള്ള വ്യക്തികൾ കർത്താവ് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവർക്ക് നീ താഴ്മ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം, കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിൽ നിന്ന് വായിലൂടെ മറ്റുള്ളവരെ ആരെയും ഒരിക്കൽ പോലും ഇനി ശപിക്കുന്നവരായി മാറാൻ നീ ഇവരെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിൽ നിന്ന് ശാപത്തിൻ്റെ വാക്കുകൾ മാറിപ്പോകട്ടെ. എല്ലാ മക്കളും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഇവരെ തുടർമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നാവ് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ വേദനിപ്പിക്കുന്നവരെ, ഇവരെ നിന്ദിക്കുന്നവരെ, ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് ക്ഷമിക്കാൻ, അനുഗ്രഹിക്കാൻ കർത്താവേ കൃപ 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 അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ശക്തിയോടെ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിച്ച്, അമ്മയെ അനുഗ്രഹിച്ച്, അപ്പനെ അനുഗ്രഹിച്ച്, ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച്, മക്കളെ അനുഗ്രഹിച്ച്, നാട്ടുകാരെ, സ്നേഹിതരെ അനുഗ്രഹിച്ച് 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 അനുഗ്രഹമാകാൻ കൃപ ഇവരുടെ മേലുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ മേലുള്ള ശാപങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെ അനുഗ്രഹമായി, തലമുറകൾക്ക് അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവരെല്ലാവരെയും കർത്താവെ ഞാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. ഗാഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.